നമുക്കിന്ന് ചില സംഖ്യകൾ പരിചയപ്പെടാം. ഒന്നാമതായി നിസ്സർഗ സംഖ്യകൾ. നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന എണ്ണൽ സംഖ്യകളെയാണ് നിസ്സർഗ സംഖ്യകൾ എന്ന് പറയുന്നത്. 1, 2, 3, 4 അങ്ങനെ പോകുന്ന സംഖ്യകൾ. അടുത്ത അഖണ്ഡ സംഖ്യകൾ. എണ്ണൽ സംഖ്യകളും പൂജ്യവും കൂടി ചേരുന്ന സംഖ്യകളെയാണ് അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. 0, 1, 2, 3 എക്സെട്ര അങ്ങനെ പോകുന്ന സംഖ്യകളാണ് അഖണ്ഡ സംഖ്യ. അടുത്ത പൂർണ്ണ സംഖ്യകൾ. പൂജ്യവും എണ്ണൽ സംഖ്യകളും അവയുടെ നെഗറ്റീവ് സംഖ്യകളും ഉൾപ്പെടുന്ന സംഖ്യകളാണ് പൂർണ്ണ സംഖ്യകൾ. നിസ്സർഗ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകളാണ്. 1, 2, 3, 4 അങ്ങനെ പോകുന്ന എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് നിസ്സർഗ സംഖ്യകൾ. അഖണ്ഡ സംഖ്യകൾ 0, 1, 2, 3 പോകുന്ന സംഖ്യകൾ അഖണ്ഡ സംഖ്യകൾ. പൂജ്യവും പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകൾ ഉൾപ്പെടുന്ന സംഖ്യകൾ പൂർണ്ണ സംഖ്യകൾ. അടുത്തതായി ഒരു സംഖ്യയുടെ മുഖവില അല്ലെങ്കിൽ സ്ഥാനവില എങ്ങനെ കാണാമെന്ന് നോക്കാം. നമ്മൾ സംഖ്യ എടുക്കുന്നു 8679. ഈ സംഖ്യയിൽ 9ന്റെ മുഖവില 9 തന്നെയാണ്. 7ന്റെ മുഖവില 7 തന്നെയാണ്. 6ന്റെ മുഖവില 6 തന്നെയാണ്. 8ന്റെ മുഖവില 8 തന്നെയാണ്. മുഖവില എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെ ആയിരിക്കും. അടുത്ത സ്ഥാനവില. സ്ഥാനവില കാണാനായി നമുക്ക് 9ന്റെ സ്ഥാനവില നോക്കാം. 9ന്റെ സ്ഥാനവില 9 × 1 = 9. അതായത് ഒറ്റയുടെ സ്ഥാനത്താണ് 9 കിടക്കുന്നത്. അതുകൊണ്ട് 9നെ 1 കൊണ്ട് ഗുണിക്കുക 9. അടുത്ത 7ന്റെ സ്ഥാനവില 7ന്റെ സ്ഥാനത്താണ് ഒറ്റ 10. 10ന്റെ സ്ഥാനത്താണ് ആ 10 കൊണ്ട് 7നെ ഗുണിക്കുക. 7 × 10 70. 70 7ന്റെ സ്ഥാന വില. അടുത്തത് 6. 6നെ എന്തുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? ഒറ്റ 10 100. 100ന്റെ സ്ഥാനത്താണ് 6. അതുകൊണ്ട് 6 × 100 600 6ന്റെ സ്ഥാന വില. അടുത്ത 8. 8 എടുത്ത് എഴുതുക. ഏതുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? ഒറ്റ 10 100 1000. 8 × 1000 8000. 8000 8ന്റെ സ്ഥാന വില.